അഫാന്റെ വീട്ടിലാണ് രണ്ട് കൊലപാതകം നടന്നത്. അവിടെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അനുജൻ അഫ്സാനെ അവിടെ വെച്ച് കൊലപ്പെടുത്തി. പെൺ സുഹൃത്ത് ഫർസാനെയും അവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയത്. അവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. എന്താണ് കൊലയ്ക്ക് പിന്നിലെ കാരണം എന്നത് തേടിയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ എത്തിയിരിക്കുന്നത്. കൂടുതൽ പരിശോധന ക്രൈം സീനിൽ നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. അതിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി പേരുമലയിലെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഡോഗ് സ്ക്വാഡും അവിടെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണ് പോലീസ്. ഇന്നലെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഉമ്മ ഷെമിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനൊപ്പം തന്നെ പെൺസുഹൃത്തിന്റെയും അതുപോലെ തന്നെ അനുജന്റെയും മൃതദേഹം ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ലഹരിക്കടിമയായിരുന്നു പ്രതി അഫാൻ എന്നതാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. അപ്പോൾ അവിടെ പരിസരത്തെ മറ്റ് ചില പേപ്പറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രതിയുടെ മാനസികാരോഗ്യവും പരിശോധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണോ അഫാൻ, അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി അഫാനുണ്ടോ എന്നതൊക്കെയാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും ലഹരിയിലേക്ക് കൂടി അന്വേഷണം നടക്കുകയാണ്. രക്തസാമ്പിളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നെന്ന് പരിശോധിക്കും. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുമൊക്കെ അന്വേഷിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തിനു വേണ്ടിയായിരിക്കാം ഈ ഉമ്മയോടും അതുപോലെ തന്നെ വല്യുമ്മയോടും പണം ആവശ്യപ്പെട്ടത്, പ്രതി പണം ആവശ്യപ്പെട്ടത് എന്നത് സംബന്ധിച്ച് പോലീസിന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ സാമ്പത്തിക ബാധ്യത അഫാൻ ഉണ്ടായിരുന്നോ എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് പിതാവ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിതാവ് റഹീം വിദേശ രാജ്യത്താണുള്ളത്. അവിടെ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ട്രാവൽ ബാൻ അടക്കം നേരിടുന്ന വ്യക്തിയാണ് അഫാന്റെ പിതാവ്. അതുകൊണ്ട് നാട്ടിലെത്താൻ കഴിയാത്ത സ്ഥിതിയാണ് പിതാവിനുള്ളത്. അപ്പോൾ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നത് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അഫാന്റെ മുകളിലേക്ക്, അഫാന്റെ ചുമലിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പണം പ്രതി അഫാൻ പല ആളുകളോടും ആവശ്യപ്പെട്ടത് എന്നതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇല്ല, പ്രതിയെ ഞാൻ കണ്ടിട്ടില്ല പ്രതിയെ. ഇല്ല, ഞാൻ ഇന്നലെ സുഖമില്ലാതെ ലീവായിരുന്നു. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. എനിക്ക് കൂടുതൽ അറിവില്ല. മറ്റു ഓഫീസർമാരെ ചോദിച്ചു. സാർ, ഞങ്ങൾ ഇവിടെ പ്രാഥമിക പരിശോധന ഒന്നും ചെയ്തില്ല. ഞാൻ ഇന്നലെ സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. അതാ ഞാൻ ഇല്ലായിരുന്നു. എനിക്ക് ഒരു കാര്യവും അറിയില്ല. അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. ഞാൻ അവരിവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. ടീമിലുള്ളവരെ കൊണ്ടുവന്നു. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ആണ് പേരുമലയിലെ വീട്ടിലെത്തിയത്. അദ്ദേഹം ഇന്നലെ അവധിയായതുകൊണ്ട് തന്നെ ഇന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അവിടെ എത്തിയത് എന്നാണ്. ഒരു കാര്യം ആറ്റിങ്ങൽ ഡിവൈഎസ്പി പെരുമലയിലെ വീട്ടിലെത്തിയ ശേഷം മടങ്ങുകയാണ്. പ്രതിയെ താൻ കണ്ടിട്ടില്ല, പ്രതിയോട് സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്താണ് എന്നതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ ആദ്യമായിട്ട് അവിടെ എത്തുകയാണ്. ഇന്നലെ അവധിയായിരുന്നു. അപ്പോൾ മറ്റു ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ പ്രതികരണം. എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈം സീനിലെത്തി കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നിരവധി കാര്യങ്ങളിൽ ഇനി ചുരുളഴിയേണ്ടിയിരിക്കുന്നു. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ 5 ക്രൂര കൊലപാതകം അരും കൊല നടത്തിയത് എന്നതിലാണ് ഒരു വ്യക്തത വരേണ്ടത്. 3 ഇടങ്ങളിലായിട്ടായിരുന്നു കൊലപാതകം നടന്നത്. അപ്പോൾ കൃത്യമായി ആസൂത്രണം ചെയ്തല്ലാതെ പ്രതിക്ക് ഇത് ചെയ്യാൻ കഴിയുകയില്ല. പെരുമലയിലെ വീട്ടിൽ കൊലപാതകം നടത്തിയ ശേഷം വല്യമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ മാല ആവശ്യപ്പെടുന്നു. പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. വീണ്ടും പെരുമലയിലെ വീട്ടിലെത്തി അവിടെ അനുജനെ അഫ്സാനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നൊക്കെയാണ്. എന്തായാലും ഏതൊക്കെ രീതിയിൽ ഈ കൊലപാതകം മർഡർ എക്സിക്യൂട്ട് ചെയ്തു, നമ്മൾ കരുതുന്നത് പോലെ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്താണ് അതോ പെട്ടെന്നുള്ള ഒരു വികാരത്തിന്റെ പേരിൽ 3 ഇടങ്ങളിലെത്തി പ്രതി അഫാൻ കൊലപാതകം നടത്തുകയായിരുന്നോ എന്നതിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു.
പക്ഷേ അഫാൻ ഇപ്പോൾ ചികിത്സയിലാണ്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് അഫാൻ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ അത് വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. കൂടുതൽ വ്യക്തത വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്.